അന്നേരം ആ പാവം എനിക്കൊന്ന് തരാം. ഉറപ്പായിട്ടും. അന്നേരം ഇത് നല്ല ഭംഗിയായിട്ട് ഇണക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് മാത്രമാണോ മോള് ജയിച്ചത് അതില്? ഇതിപ്പോ നോർമലി ഒരു പാവയാണ്. അതെ, ഇത് ശരിക്കും നന്നായിട്ട് ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. അത് ആദ്യമേ കണ്ടതുപോലെ തന്നെ. അതൊരു ടെഡി ബിയർ ആയിരുന്നു, അതിനെ ഞങ്ങൾ അങ്ങനെ ചില കഴിഞ്ഞിടക്ക് പറഞ്ഞ 1000 രൂപ ഉണ്ടെങ്കിൽ പാവന് കിട്ടുമെന്നാണ്. പക്ഷെ ശരിക്കും പറഞ്ഞ ഞാനിത് തിരക്കാനൊന്നും പോയില്ല. ഇനി ഞാനിത് മേടിച്ചു വെച്ചിട്ട് ഇനി അന്നേരം ഇതേപോലെയുള്ള നിങ്ങളിത് ശ്രദ്ധിച്ചോ. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു തന്ത്രം അറിയാവുന്നവന് ഇതേപോലെ തകിടിൽ എഴുതാം. കണ്ടല്ലോ, ഇതുണ്ട, ഇത് തകിടായത്. ഇത് ശരിക്കും ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു ഈ പാവന നിങ്ങൾക്ക് കിട്ടില്ലെന്ന്. എന്നിട്ട് ഇവര് നേരത്തെ ഇത് കൈകാര്യം ചെയ്ത്, അതായത് ഇത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ വേറെ ഇതിന്റെ ഉള്ളില് എവിടെയെങ്കിലും ഉള്ളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. ഓരോ പാവേനെ കൈ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കും, പാവയുടെ ഭംഗി നോക്കും, ഇതൊന്നും ഉണ്ടായാലും ഇതിനകത്ത് ശരിയല്ലേ. അങ്ങനെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള മന്ത്രപരമായിട്ടുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ബൂസ്റ്റ് ചെയ്യും. ഇതിനിപ്പോ ഓൾറെഡി പവർ ഉണ്ട്. ഉണ്ടോ? രക്ഷപ്പെടാനുള്ളതാണോ അത് തകർക്കാനുള്ളതാണോ? അതാണ് ഇതിനകത്തുള്ള കാര്യം. ഒരു ഭാഗം നമ്മൾ പറയുമ്പോൾ ട്രോളന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേപോലെ തകിട് വെച്ച് തരികയാണെങ്കിലോ ഭക്ഷണത്തിനകത്ത് ചേർത്ത് തരികയാണെങ്കിലോ ആഭിചാരപരമായിട്ടുള്ള അറിയാവുന്നവൻ ചെയ്താൽ അവന്റെ അവസാനവും ഉണ്ട്, നല്ലതും ഉണ്ട്, ചീത്തതും ഉണ്ട്. അങ്ങനെയൊക്കെ ഒരാളുടെ ജീവിതം തകർക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും.